ഹലോ. ഇതാ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു സിമ്പിൾ ഉച്ച ഊണാണ്. അപ്പോൾ എൻ്റെ സിമ്പിൾ ലഞ്ചിൻ്റെ കുക്കിങ്ങും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ തന്നെ സെർവിങ്ങും അതുപോലെ തന്നെ കഴിക്കലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു എൻ്റെ ഒരു ഊണ്, എൻ്റെ ഒരു ലഞ്ച് വീഡിയോ ആണ്, ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരുപാട് കറികളൊക്കെ വെച്ചിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ചും കാര്യങ്ങളൊന്നും അല്ല. 2-3 കറികൾ മാത്രം വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, എനിക്ക് കഴിക്കാൻ തോന്നിയ രീതിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുള്ള ഒരു സിമ്പിൾ കേരള സ്റ്റൈൽ ഉച്ചയൂണാണ്. കാരണം ഇക്ക കഴിക്കാനില്ല, അപ്പം എനിക്കും സാറായിക്കും വേണ്ടിയിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ കറികളൊക്കെ വളരെ ലിമിറ്റഡാണ്. 2-3 കറികൾ മാത്രം ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അത് മതി, അത് തന്നെ ധാരാളം. പിന്നെ ഈ ഒരു ചോറും കറികളും ഒക്കെ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കണ്ടവർ ജസ്റ്റ് ഇത് കണ്ടിട്ടുണ്ടാവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഈ ലഞ്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് ഇതൊരു റിപ്പീറ്റേഷനായിട്ട് തോന്നാം. എങ്കിലും ഇത് ആ ഒരു ലഞ്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു നാടൻ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീനായിട്ട് എടുത്തിരിക്കുന്നത് മത്തിയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് വലിയ മീനുകളോടൊന്നും വലിയൊരു താല്പര്യമില്ല. എനിക്ക് ഫിഷുകളിൽ ഇഷ്ടം എന്ന് പറയുന്നത് നെത്തോലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൊഴുവ, നെത്തോലി, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മത്തി, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു മീനുകളാണ് എനിക്കിഷ്ടം. വലിയ ദേഷ്യമുള്ള, അതുപോലെ തന്നെ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് മീനുകളൊക്കെ ആയാലും എനിക്ക് പല സമയത്ത് പലതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞ് നെത്തോലിയും അതുപോലെ തന്നെ കുഞ്ഞൻ മത്തിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മീൻകറിക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത് കുഞ്ഞൻ മത്തിയാണ്. വളരെ നല്ല ടേസ്റ്റുള്ള, നല്ല ഫ്രഷ് ആയിട്ടുള്ള, നല്ല അടിപൊളി കുഞ്ഞൻ മത്തിയാണ്. അപ്പോൾ ഞാൻ ചട്ടി എടുത്തു. ചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം ഏറ്റവും ആദ്യം തന്നെ ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, കൊച്ചുള്ളി, അതുപോലെ തന്നെ കുറച്ച് സവോള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടു. കുറച്ച് ഉപ്പിട്ടു. അത് അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം തക്കാളി ഇട്ടു. അതും നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ ചേർക്കുന്ന പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്തു. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം ഫിഷ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് പച്ചമാങ്ങ കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കുടംപുളി, അതും കൂടെ ഞാൻ ഇടുന്നുണ്ട്. പുളിപ്പ് ഓവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒരു 1/4 പീസ്, ഒരു ചെറിയ പീസ് തക്കാളി, ഒരു ചെറിയൊരു പീസ് പച്ചമാങ്ങ, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് വാളംപുളി, അതെല്ലാം ചേർത്തിട്ട് ഞാൻ മീൻകറി, ഇനിയിപ്പം മീൻകറിയുടെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീനുകൾ നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഇനിയാണ് നമ്മൾ കുടംപുളിയും അതുപോലെ തന്നെ മാങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിം വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ മത്തി എന്ന് പറയുമ്പം ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കുമല്ലോ വേവ്. ആ വേവ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻകറി സെറ്റാവും. അപ്പോൾ മീൻകറി എന്ന് പറയുന്നത് ഒരു സൈഡിലിരുന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ ഒന്നാമത്തെ താരം എന്ന് പറയുന്നത് നല്ല നാടൻ കുടംപുളിയും ഒക്കെ ഇട്ടിട്ടുള്ള, നല്ല മുളകിട്ടിട്ടുള്ള നല്ല അടിപൊളി മത്തിക്കറിയാണ്. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളിന്ന് പ്രോൺസ് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം ഫുഡ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ലഞ്ച് പാർട്ടിൽ ഇത് ചെറുതായിട്ട് ഷോർട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ പ്രോൺസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി,
കുറച്ച് പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ മൈൽഡായിട്ടുള്ള മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേനും നമ്മുടെ പ്രോൺസിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താ പറയുക കിട്ടാതെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ട് ഒന്നുമേ ചേർക്കുന്നില്ല. പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. പിന്നെ ഇത് നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായിട്ടുണ്ട്. മീൻകറി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ ഫിഷെല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനൊന്ന് ഒരുപാടിട്ട് ഇളക്കുന്നില്ല, പൊടിഞ്ഞു പോയാലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല വറ്റി വരുന്നുണ്ട്. ഒരുപാട് കുറുകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ചോറിന് കുറച്ച് മീൻ കറി വേണമല്ലോ. അപ്പോൾ അതാ നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്തത് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ആ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചതിന് ശേഷം ഇതാ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ശേഷം ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രോൺസ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സവോളയൊക്കെ ഇട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില, ഗാർലിക്കൊക്കെ ഇട്ടിട്ട് വേറൊരു രീതിയിൽ, പിന്നെ പ്രോൺസ് നമുക്ക് എന്തൊക്കെ രീതിയിൽ പ്രോൺസ് വെക്കാം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് കറി ഉണ്ടല്ലോ, ഫിഷ് കറി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്കിതൊരു ഡ്രൈ ഫോമിൽ മതി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും എന്താ പറയുക, കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ അതൊന്നും വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെ കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഈ ഏറ്റവും ലാസ്റ്റ് ഈ പ്രോൺസ് ഫ്രൈ ചെയ്ത ആ പാനിലേക്ക് കുറച്ച് റൈസും ഇട്ടിട്ട് അത് കുഴച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അങ്ങനെയൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് കറി എന്താണ് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ നോക്കി, നല്ല എരിവും പുളിവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം പാകത്തിന് കയറി പിടിച്ച് നല്ല അടിപൊളിയായിട്ട്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് മീൻകറി കൂട്ടാൻ പോവാണ്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമുക്ക് രാത്രി കഴിക്കുന്നതും പിറ്റേ ദിവസം കഴിക്കുന്നതും എല്ലാം. ഓരോ നേരം മീനെന്ന് പറയുമ്പോൾ ശരിക്കും പിറ്റേ ദിവസമാണ് മീൻകറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. ചട്ടിയിൽ തന്നെയാണെങ്കിൽ ആ ചട്ടിയിൽ വെച്ച് എന്നെ തിളപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം കഴിക്കുമ്പോഴത്തേനാണ് മീൻകറിക്ക് ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെന്താണെങ്കിലും ഇപ്പം ചോറിന് ഫ്രഷായിട്ട് ലഞ്ചിന് എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പ്രോൺസ് ഒരു സൈഡ് സെറ്റായി. അപ്പോൾ എന്താ പറയുക, സൈഡ് മറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ, നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ആയി പോകരുത്. നമ്മൾ ഓവറായിട്ട് ഫ്രൈ ആവുകയാണെങ്കിൽ ഒരു റബ്ബറിഷ് കൺസിസ്റ്റൻസി ആയി പോകും. ആ ഒരു ജ്യൂസിനെസ് നമുക്ക് കിട്ടത്തില്ല പ്രോൺസിന്. അതുകൊണ്ട് പ്രോൺസ് എന്ന് പറയുന്നത് ഓവർ കുക്കാവരുത്, ആവശ്യത്തിന് ആയാൽ മതി. ഓവർ കുക്കായി കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെയാവും. ഞാൻ പുറത്തുനിന്നൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പ്രോൺസ് ഓവറായിട്ട് കുക്കാവുമ്പോഴത്തേനും ഡ്രൈ ആവാറുണ്ട്, ഒരു റബ്ബർ ഫോമിലാവാറുണ്ട്. ആ ഒരു ജ്യൂസിനെസ്സോട്, ആ ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ഫോമിൽ പ്രോൺസ് കഴിക്കുമ്പോഴത്തേനാണ് പ്രോൺസിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഓരോരോ കറികളായിട്ട് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് കറികളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒരു മെഴുക്ക് പുരട്ടിയോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൂടുതലായിട്ട് കുക്ക് ചെയ്യേണ്ടി വന്നേനെ. എന്താണേലും ഇക്ക ഇല്ല. കാര്യം ഞാൻ ഇക്ക ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് നന്നായിട്ട് ലേറ്റ് ആവും, ലഞ്ചിനില്ല എന്നുള്ളത് എന്നോട് ഇപ്പോഴാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ എങ്കിലും ഞാൻ എൻ്റെ കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം എന്താണേലും ഇക്കാക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക, മീൻകറിയും അതുപോലെ തന്നെ നല്ല കട്ടത്തൈരും ഒക്കെ ചേർത്തിട്ട് ചോറിനാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കെന്താണേലും ചോറിന് തൈര് കൂട്ടുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് പച്ചച്ചീരയാണ്. അപ്പോൾ ചീര തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒഴിച്ചുകറിയായിട്ടുള്ള ഫിഷ് കറി റെഡിയായി. പിന്നെ ഫ്രൈ ആയിട്ട് പ്രോൺസ് ഫ്രൈ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളിന്ന് തോരനായിട്ട് എടുക്കുന്നത് ചീരത്തോരനാണ്. അപ്പോൾ ചീരത്തോരൻ എന്താ പറയുക, ചീരയുടെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകണം. നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അതിപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് 2-3 പ്രാവശ്യം കഴുകി ഡ്രെയിൻ ചെയ്ത് മാറ്റണം.
അപ്പോൾ ചെറിയ മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കാം, ചീരയല്ലേ. അപ്പോൾ പിന്നെ അതുമല്ല, ലുലുവിന്ന് ഇപ്രാവശ്യം ഒരു എന്താ പറയുക, ഒരു വലിയ കെട്ട് ചീരയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാനിതാ ഹാളിലേക്ക് വന്നിട്ട് ആസ്വദിച്ച് പയ്യെ ഇരുന്ന് ചീര അരിയാമെന്ന് വിചാരിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കിച്ചണിൽ നിന്ന് മടുത്തു. കാരണം ഫിഷ് കറിയും പ്രോൺസ് കറിയൊക്കെ വെച്ച് കുറേ നേരമായിട്ട് കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പോൾ ബോറടിച്ചു. അപ്പോൾ ഒരു സിനിമയൊക്കെ ഇട്ട് ഹാളിൽ വന്ന് ചീരയൊക്കെ പയ്യനെ ഇരുന്ന് അരിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ചീര തോരൻ വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഒരു കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് കടുക് പൊട്ടിച്ചു, അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഒരു അര സവോള ചെറുതായിട്ട് അരിഞ്ഞതും അതൊന്ന് വഴട്ടി ഇതിലേക്ക് ഞാൻ ചീര, നമുക്ക് ചീര താളിക്കുക എന്ന് പറയുമല്ലോ, ചീര താളിക്കുമ്പോഴും ഇങ്ങനെ തന്നെ സെയിമാണ്, ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇത്രയും തന്നെ ചെയ്തതിന് ശേഷം ഞാൻ ചീര താളിക്കുകയല്ല, ചീര തോരൻ വെക്കുകയാണ്. ചീര തോരൻ വെക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചീരത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒന്നാമത് ഈ തേങ്ങ ഒതുക്കിയിട്ട് ചീരത്തോരൻ വെക്കുന്നത് വലിയ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ മുരിങ്ങയിലേക്ക് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ തേങ്ങ ഒതുക്കി നമ്മുടെ വൻപയർ തോരൻ, നമ്മുടെ ബാക്കിയുള്ള ഏകദേശം ഐറ്റംസിനൊക്കെ എനിക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചീരയ്ക്ക് പച്ചത്തേങ്ങ ലാസ്റ്റ് ഒരു പിടി ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ കടുക് പൊട്ടിക്കുന്നത് ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് സവോള കടിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എൻ്റെ രീതിയിൽ ഞാൻ ചീരത്തോരൻ വെക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ആ ചീര രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു പോർഷൻ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് തോരൻ വെക്കുകയാണ്, ബാക്കി ഒരു ചെറിയ പോർഷൻ ഞാൻ മാറ്റുന്നുണ്ട്. അത് നെക്സ്റ്റ് ഡേയിൽ വേറൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചീര, ഈ ചീര അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ചീര അടച്ചു വെച്ചു. ബാക്കിയുള്ള ചീര ഞാൻ മാറ്റുകയാണ്. നെക്സ്റ്റ് ഡേയിൽ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ചീരക്കറി വെക്കാം. പരിപ്പിൽ ചീര ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയുമാണ്. പിന്നെ നമ്മൾ ചീരത്തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ ചീര നന്നായിട്ട് വെന്തു, വെൽ കുക്കായി. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കും. ഒരു പിടി തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കും. അപ്പോൾ ആ തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് തുറന്ന് വെച്ച് വേവിക്കും. അപ്പോൾ ഈ ഒരു ചീരത്തോരനാണ് എനിക്കിഷ്ടം. എനിക്ക് മഞ്ഞൾപ്പൊടി ഇടുന്ന ഒരു മുരിങ്ങയിലേക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചീരയ്ക്ക് എനിക്ക് തേങ്ങ ഒതുക്കി മഞ്ഞൾപ്പൊടി ഇടുന്ന ആ ഒരു ഐറ്റത്തിനേക്കാളും എനിക്കിഷ്ടം ഇതാണ്. എനിക്ക് ക്യാബേജിനാണേലും ക്യാബേജിനും ക്യാരറ്റ് തോരനും ക്യാബേജ് തോരനും എല്ലാം ഇതുപോലെ ലാസ്റ്റ് ഒരു പിടി തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഇളക്കി എടുക്കുന്നതാണ് ഇഷ്ടം. ആ ഒരു തോരനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യമേ തേങ്ങ ഇടുന്നതിനേക്കാളും നമ്മൾ എല്ലാം ഇറക്കാൻ നേരം പാകം ആയതിനു ശേഷം തേങ്ങ ഇട്ടാൽ നല്ല രുചിയാണ്. പിന്നെ അതാ നമ്മുടെ കുറേ നേരം എടുത്തിട്ടാണ് കേട്ടോ കിച്ചണിൽ ഡ്യൂട്ടി തന്നെയായിരുന്നു. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുഡെല്ലാം നമ്മൾ ടേബിളിലേക്ക് സെർവ് ചെയ്തു. അപ്പോൾ അതാ പ്രോൺസ് ഫ്രൈയും നല്ല ചൂട് ചോറും അതുപോലെ തന്നെ മീൻ കറിയും പിന്നെ നമ്മുടെ ചീരത്തോരനും. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ഓവറായിട്ട് ഒന്നും എടുക്കുന്നില്ല. ഫ്രിഡ്ജിൽ തൈരുണ്ട്, എനിക്കത് വേണ്ട. എനിക്ക് മീൻകറിയുടെ കൂടെ തൈര് കൂട്ടി കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഇല്ല, എനിക്കത് പൊതുവെ കുറവാണ്. അപ്പം ഇക്കാക്കൊക്കെ അത് അങ്ങനെ കഴിക്കുന്നതാണ്, പക്ഷേ എനിക്കത് വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല മുളകിട്ട മീൻകറി എന്നൊക്കെ പറയുമ്പോൾ നല്ല എരിവോട് കൂടിയിട്ട് എരിച്ചരിച്ച് കഴിക്കണം. നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴത്തേനും മീൻകറിയുടെ എരിവ് അങ്ങ് കുറഞ്ഞു പോകുമല്ലോ. അപ്പം അങ്ങനെ അതുകൊണ്ട് എനിക്ക് കഴിക്കാനുള്ള ചോറ് കുറച്ച് ചോറെടുത്തു. അതിലേക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തത് കുറച്ചെടുത്തു. പിന്നെ അതിലേക്ക് ഫിഷ് കറിയും അതുപോലെ തന്നെ ചീരത്തോരനും എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ഉച്ചയൂണ്. നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള കറികളൊന്നും ഇല്ല, പക്ഷേ ഇത് തന്നെ ധാരാളമല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 കറി ഉണ്ടെങ്കിൽ നമുക്ക് അതാണ്
ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് വലിച്ചു വാരി കറികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നുന്ന 1-2 കൂട്ടം ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ വെക്കും. പക്ഷേ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമുക്ക് ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. 1-2 കറികൾ അത് എന്താ പറയുക കുറച്ച് കൂടുതലെടുത്ത് ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. ഞാൻ നമ്മളെ ഉച്ചയ്ക്കൊക്കെ എന്ത് ചെയ്യുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 കറികൾ ഞാൻ കുക്ക് ചെയ്യും. അത് ചോറിനേക്കാളും കൂടുതൽ കറി എടുത്തിട്ട് അത് കൂടുതൽ കറി എടുത്ത് കഴിക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഈ ചീരത്തോരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ കുറച്ച് എടുത്തു, ഇനിയും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കും. അപ്പം എന്താ പറയുക, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ചീര എന്നൊക്കെ പറയുന്ന ഒരുപാട് നമുക്ക് ശരീരത്തിന് ഗുണമുള്ള, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണം. അതുപോലെ തന്നെ എന്താ പറയുക, മത്തി ഫ്രൈ ചെയ്യുന്നതിനൊന്നും വലിയ ഗുണങ്ങളൊന്നുമില്ല. മത്തി കറി വെച്ച് കഴിക്കുന്നതിനും ഭയങ്കര എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് ഒരുപാട് എന്താ പറയുക ഗുണങ്ങളുണ്ട്. omega-3 ഫാറ്റി ആസിഡ്, നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ചീരയിലും മത്തിയിലും ഒക്കെ ഉണ്ട്. അപ്പം ഇന്നൊരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ചെന്ന് പറയാം. പിന്നെ കാർബ് കുറച്ച് നമ്മൾ അകത്താക്കുന്നുണ്ട്. അത് ഒഴിച്ചാൽ എന്താ പറയുക ചീരയും മത്തിക്കറിയൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉച്ച ഊണ്. അപ്പം ഞാൻ ആസ്വദിച്ച് എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. പ്രോൺസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രോൺസ് നന്നായിട്ട് എന്ന് വെച്ചാൽ ഉള്ളിലൊരു ജ്യൂസി ആയിട്ടുള്ള ഫോം, പുറമേ എന്ന് പറയുന്ന വളരെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഫോം. ആ ഒരു റബ്ബറിഷ് കൺസിസ്റ്റൻസി അല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസി ഫോമിലാണ് നമുക്ക് പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഉച്ച ഊണ്, എൻ്റെ തനി നാടൻ സിമ്പിൾ ഉച്ച ഊണ്. അപ്പം എൻ്റെ ഇന്നത്തെ ചോറും എൻ്റെ കുക്കിങ്, എൻ്റെ കിച്ചൺ വിശേഷങ്ങളും, എൻ്റെ ഉച്ചയ്ക്കത്തെ ചോറും കറികളും എൻ്റെ കുക്കിങ്ങും വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എന്താ പറയുക ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതും വിളമ്പുന്നതും ഇപ്പോൾ കഴിക്കുന്നതും എല്ലാം